കഴിഞ്ഞ ജൂൺ 15-നാണ് ഭർത്താവിന്റെ ജന്മദിനം ആഘോഷിക്കാനായി രാധാഗായത്രി എന്ന 27-കാരി ഉത്തരാഖണ്ഡിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമായ മസൂരിയിലെ കിയാന എന്ന ഹോം സ്റ്റേയിലെ ബ്ലിസ് എന്ന മുറിയിൽ എത്തിച്ചേരുന്നത്. ജൂൺ 14-ന് രാത്രി ഏകദേശം 11:30 അവിടേക്ക് ഇരുവരും എത്തുന്നത്. എന്നാൽ പിറ്റേന്ന് രാവിലെയാണ് തന്റെ ഭാര്യയ്ക്ക് അനക്കമില്ല എന്ന് പറഞ്ഞ് ഭർത്താവായ ശ്രീചരൺ നിലവിളിക്കുന്നത് ഹോം സ്റ്റേയിലെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിനു പിന്നാലെ ഇവർ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. സംഭവസ്ഥലത്തെത്തിയ പോലീസ് കാണുന്ന കാഴ്ച വസ്ത്രങ്ങളൊന്നുമില്ലാതെ രാധാഗായത്രി തറയിൽ മരണപ്പെട്ട് കിടക്കുന്ന നിലയിലാണ്. സമീപത്തിരുന്ന് അലറിക്കരയുന്ന ഭർത്താവിനെയും അവർ കണ്ടു. രാത്രി രണ്ടുപേരും ചേർന്ന് മദ്യപിച്ച ശേഷം പുലർച്ചെ 3:30 തങ്ങൾ ഉറങ്ങാൻ കിടന്നതെന്നും എന്നാൽ രാവിലെ എഴുന്നേറ്റപ്പോൾ രാധാഗായത്രിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുമാണ് ഭർത്താവ് അപ്പോൾ പറഞ്ഞത്. കൂടാതെ ഈ സമയം രാധാഗായത്രിയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോരയൊലിക്കുന്നുണ്ടായിരുന്നുവെന്നും ഭർത്താവ് അവിടെയുള്ളവരോട് പറഞ്ഞിരുന്നു. എന്തായിരുന്നു ആ രാത്രി അവിടെ സംഭവിച്ചത്? ഇതറിയാനായി പോലീസ് സ്വാഭാവികമായും ആദ്യം ചോദ്യം ചെയ്തത് കൂടെയുണ്ടായിരുന്ന ഭർത്താവിനെയാണ്. പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ തളർന്നിരിക്കുകയായിരുന്നു ആ യുവാവ്. എന്നിരുന്നാലും നടന്ന സംഭവങ്ങളെല്ലാം അയാൾ പോലീസിനോട് വിവരിച്ചു നൽകി. പ്രാഥമികമായ പരിശോധനയിൽ ഇതൊരു അമിത മദ്യപാനം മൂലമുള്ള മരണമോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നമോ ആയി പരിഗണിക്കാവുന്നതാണ്. കാരണം ശരീരത്തിൽ പുറമേ വലിയ പരിക്കുകളൊന്നും തന്നെ ദൃശ്യമായിരുന്നില്ല. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മരണകാരണം വ്യക്തമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രാസപരിശോധനയ്ക്കായി സാമ്പിളുകൾ ലബോറട്ടറിയിലേക്ക് അയക്കാൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തു. മകളുടെ മരണവാർത്തയറിഞ്ഞ് വിശാഖപട്ടണത്തു നിന്നും രാധാഗായത്രിയുടെ പിതാവ് പി സുധാകറും കുടുംബവും ഉത്തരാഖണ്ഡിലേക്ക് ഓടിയെത്തി. എന്നാൽ മകളുടെ മൃതദേഹം കണ്ട പിതാവിന് ഭർത്താവിന്റെ മൊഴികൾ ഒട്ടും വിശ്വസനീയമായി തോന്നിയില്ല. ഇതിനു പിന്നാലെയാണ് അദ്ദേഹം പോലീസിനു മുന്നിൽ പരാതിയുമായി രംഗത്ത് വരുന്നത്. ഇതോടെയാണ് ഇരുവരുടെയും ദാമ്പത്യത്തിന്റെ പിന്നാമ്പുറങ്ങളിലെ ഭീകരമായ സത്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തുവരുന്നതും. 2025 നവംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടക്കുന്നത്. എന്നാൽ ഭർത്താവായ ശ്രീചരൺ കടുത്ത സംശയരോഗിയായിരുന്നു. കൂടാതെ വിവാഹം കഴിഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ തന്നെ അയാൾ ഭാര്യയെ നിരന്തരം മാനസികമായി പീഡിപ്പിക്കാനും തുടങ്ങി. ഈ സംശയം കാരണം രാധാഗായത്രിയുടെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ അവരുടെ ബാഗിൽ ഒരു GPS ട്രാക്കിംഗ് ഉപകരണം പോലും അയാൾ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഭാര്യ എവിടെ പോകുന്നു, ആരെ കാണുന്നു എന്ന് 24 മണിക്കൂറും അയാൾ നിരീക്ഷിക്കുകയായിരുന്നു. പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു. യാത്രയുടെ തുടക്കം മുതൽ തന്നെ ഭർത്താവ് രാധയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. ഋഷികേശിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് അയാൾ രാധയെ ഡൽഹിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത്. എന്നാൽ രാധയെ അറിയിക്കാതെ അയാൾ മസൂറിയിലെ ഈ വിജനമായ ഹോം സ്റ്റേയിലേക്ക് എത്തുകയായിരുന്നു. രാധയ്ക്ക് ബിയറിൽ അയാൾ മാരകമായ വിഷം കലർത്തി കൊലപ്പെടുത്തിയതാണ് സംഭവത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഇതിനു പുറമെ യുവതി മരണപ്പെട്ട അന്ന് തന്നെ ശ്രീചരൺ മസൂറിയിലെ ഒരു അഭിഭാഷകനെ ഒപ്പം കൂട്ടിയതും സംശയം വർദ്ധിപ്പിക്കുന്നതാണെന്നും പിതാവ് ആരോപിക്കുന്നു. പിതാവിന്റെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ ശ്രീചരൺ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. പോലീസ് ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഒടുവിൽ കിഴക്കൻ ഡൽഹിയിലുള്ള തന്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോകുന്നതിനിടെ വെള്ളിയാഴ്ച രാത്രി വൈകി ഡെറാഡൂൺ പോലീസ് ശ്രീചരണിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഇയാളെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശാസ്ത്രീയമായ തെളിവുകളുടെയും ഫോറൻസിക് റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് നിലവിൽ അന്വേഷണം ഊർജിതമായി തുടരുകയാണ്.